വിഷയം എബ്രായ ലേഖനം 9:22. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എന്താണ് രക്തം ചൊരിയേണ്ടി വന്നത്? ലേവ്യാപുസ്തകം 17:11. വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയെന്ന് വരാം. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ജീവന് വേണ്ടി പ്രായശ്ചിത്തമായി തീരുവാൻ അത് കൊടുക്കുന്നു. ചില സമുദായങ്ങൾ ഇപ്പോഴും മനുഷ്യ ബലി, നരബലി നടത്തുന്നുണ്ട്. പാപമോചനത്തിന് പ്രയോജനമില്ല. മനുഷ്യൻ്റെ പാപം തീരുന്നതിന് മനുഷ്യനെ തന്നെ കൊല ചെയ്തിട്ട് പ്രയോജനമില്ല. ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ പശുവിനെ ശിക്ഷിച്ചാൽ എന്ത് പ്രയോജനം? ഇരുമ്പലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ ശരിയാകും? ഇല്ല. പാപം ചെയ്ത മനുഷ്യൻ്റെ പാപം പോക്കുന്നതിന് ജീവനുള്ള രക്തം, കുറ്റമില്ലാത്ത രക്തമായിരിക്കണം. യോഹന്നാൻ 1:29 കടന്നു പോകുന്ന യേശുവിനെ നോക്കി യോഹന്നാൻ പറഞ്ഞു, അതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നരബലി ആരംഭിച്ചതും പഠിപ്പിച്ചതും മനുഷ്യനു വേണ്ടിയാണ്. അവനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, മാർഗം കാണിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ യേശുവോ കുറ്റമില്ലാത്ത രക്തമാണ്. പീലാത്തോസ് കൈ കഴുകിയിട്ട് പറഞ്ഞ്, യവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, യവനിൽ കുറ്റമില്ല. പ്രവാചകൻ പറഞ്ഞു, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടും. ഒറ്റിക്കൊടുത്തവൻ പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു പോയി എന്ന് അവനും പറയുന്നു. 4 സാക്ഷികൾ മതിയല്ലോ ഏത് കാര്യത്തിന്? യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതാണ് സംഭവിച്ചത്. ശ്രദ്ധിക്കണം. ഇന്നലെ വെബ്സൈറ്റിൽ നിന്നെടുത്ത ഒരു വാർത്ത പേപ്പറിൽ എന്നെ കാണിച്ചു. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇസ്രായേൽ ജനം ചെങ്കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി എന്നുള്ളത് സത്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുക. മാറപ്രേമിൻ്റെ പ്രാർത്ഥനകൾ റഷ്യയിലും അമേരിക്കയിലും ഗവേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, എഴുത്തുകൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഉറക്കത്തിൽ ചിരിക്കുകയും ഉറക്കത്തിൽ കരയുകയും വർത്തമാനം പറയുന്നത് പോലെ ചുണ്ട് ചലിക്കുകയും ചെയ്യുന്നു. മാറപ്രേമിൻ്റെ അഭിപ്രായം അത് സൃഷ്ടിക്കപ്പെട്ട ഒരു മനസ്സിന്, ഒരു ഹൃദയത്തിന് ഭാവി, ഭൂതം, വർത്തമാനകാലം ഇത് മൂന്നും അറിയുന്നതിനുള്ള ശക്തിയുണ്ട്. അതിൻ്റെ ചേഷ്ടകളാണ് ആ കുഞ്ഞ് കരയുന്നത് പോലെ കാണിക്കുന്നു, ചിരിക്കുന്നത് പോലെ കാണിക്കുന്നു, വർത്തമാനം പറയുന്നത് പോലെ കാണിക്കുന്നു. തള്ളമാർ പറയും, ചിരിക്കുമ്പോൾ മാലാഖ വന്നതാണ്, കരയുമ്പോൾ പിശാചു വന്നതാണ്. ഇതൊന്നുമല്ല. ഗർഭിണിയായ സ്ത്രീ ഭയപ്പെട്ടു പോയെങ്കിൽ അതിൻ്റെ ചേഷ്ടകളും കുഞ്ഞുങ്ങളിൽ കാണും. ഇതൊക്കെയും വെളിപ്പെടുത്തുന്ന മാറന്തോണിയോസിൻ്റെ, മാറപ്രേമിൻ്റെ പ്രാർത്ഥനകൾ ഗവേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 9 പ്രാവശ്യം മുസ്ലിമിൽ പോയുള്ളൂ. ഒന്നുകൂടെ പോകണമെന്ന് തീരുമാനിച്ച് മെയ് മാസത്തിലേക്ക് ഒരുങ്ങുകയാണ്. ഒടുവിൽ പോയ സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. 251 പേരോളം, കുറേ പേരെ മാറ്റി നിർത്തേണ്ടി വന്നു. ഇത്തവണ അങ്ങനെ അനുവദിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വാത്സല്യ മക്കളെ, യേശു ക്രൂശിക്കപ്പെട്ട ആ അവസ്ഥയെക്കുറിച്ചും ആ ചുറ്റുപാടുകളെക്കുറിച്ചും പഠിക്കുന്നതിനാണ് ഇത്രയും പ്രാവശ്യം പോകാൻ ഇടയായത്. 56 പ്രാവശ്യം സിറിയയിൽ, ദമസ്കോസിൽ പോയി. അത് പരിശുദ്ധ സിംഹാസനവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ്. നമുക്ക് തിരിച്ചു വരാം. കുരിശുമരണത്തെക്കുറിച്ച് പറയുകയായിരുന്നു. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. എന്നാൽ മീഖാ പ്രവചനം 6:7 പറയും, 1000 കാളുകളിലും ആട്ടുകൊറ്റന്മാരിലും യഹോവ പ്രസാദിക്കുമോ? ഇല്ല. എബ്രായ ലേഖനം 10:4 തുടർന്നുള്ള വാക്കുകളിലും പറയും, കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പാപമില്ലാത്തവനായ ദൈവം മനുഷ്യനായി അവതരിച്ചു വന്ന് എന്നെയും നിങ്ങളെയും സംരക്ഷിച്ചത്.
ആ സംഭവത്തിൻ്റെ ഓർമ്മ ദിവസമാണെന്ന്. ആ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചില വിവരണങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. യേശുവിനെ പിടിച്ചത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ചാണ്. അവിടെ ഉണ്ടായ കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ: അവർ വിഷാദത്താൽ ഉറങ്ങിപ്പോയി, അവൻ പ്രാണവേദനയിലായി, ഒരു ദൈവദൂതൻ അവനെ ശോഷിപ്പാൻ ഉയരത്തിൽ നിന്നിറങ്ങി വന്നു. ഒരു മനുഷ്യൻ പ്രാണവേദനയിലായാൽ ഉണ്ടാകാവുന്ന സ്ഥിതി എന്താണ്? ആ മാലാഖായോട് ചോദിക്കാം, നീ ആ ഗെത്സമൻ തോട്ടത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തു എന്ന്. ഒരപ്പൻ പ്രാണവേദനയിലാകുമ്പോൾ ഒരു മകൻ ശോഷിക്കുന്നത് പോലെ അടുത്തുനിന്ന് ആ മാലാഖ ശോഷിച്ചു. അവൻ്റെ രക്തം വേർപ്പ് തുള്ളികൾ പോലെ ഇറ്റിറ്റ് വീണു. ഗെത്സമൻ തോട്ടത്തിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് ഇറക്കി വന്നാൽ തെക്കോടൊക്കെ ഒഴുകുന്ന കെദ്രോൻ തോടാണ്. ഇപ്പോൾ ഒത്തിരി പേരിങ്ങനെ പോയി പരിചയമുണ്ട്. 4 മലകളാണ് ഇങ്ങനെ ഉർസ്ലേം. അതിൻ്റെ നടുവിൽ കൂടെ കെദ്രോൻ തോട് ഇങ്ങനെ ഒഴുകുകയാണ്. അതിൽ കിഴക്ക് വശത്തുള്ള ഇത് ഗെത്സമൻ തോട്ടം, ഇത് സ്വർഗാരോഹണം, ഉയർപ്പ് സ്വർഗാരോഹണത്തിൻ്റെ സൈത്ത് പർവ്വതം. ഇപ്പുറത്ത് ദാവീദിൻ്റെ കൊട്ടാരം, അപ്പുറത്ത് യേശുവിനെ ക്രൂശിച്ച സ്ഥലം. നേരെ കൊണ്ടുപോകാതെ വളച്ചു കൊണ്ടുപോയി. കാരണം നേരെ പോയാൽ ആ ഗ്രാമത്തിലും വഴിയിലുമുള്ള ഒത്തിരി പേർ സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് അവർ ഇതിനെ എതിരിട്ടിരിക്കാമെന്നുള്ളതുകൊണ്ട് കൊണ്ടുപോയി പിലാത്തോസിൻ്റെ മുമ്പിൽ നിർത്തി. യേശുവിനെ അടിച്ച ചമ്മട്ടി 2.25 അടി നീളമുള്ള ഒരു തരം വടി, എത്ര വന്നാൽ ഒടിയുകയില്ലാത്ത വടി. അതിൻ്റെ തുകൽ ബാറാണ് അതിൽ ഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ എല്ലാം അറ്റത്ത് ചൂണ്ട. ഒരടി ഇങ്ങനെ അടിച്ചാൽ ചുറ്റി വന്ന് കൊളുത്തും. അതും കൂടെ വലിച്ചാൽ ഓരോ ചൂണ്ടയിലും മാംസകഷ്ണമുണ്ടാകും. 128-ാം സങ്കീർത്തനം എന്ന് തോന്നുന്നു: ഉഴവുകാർ അവൻ്റെ മുതുകിൽ ഉഴുതു, ചാലുകൾ നീളത്തിൽ കയറി എന്നുള്ള പ്രവചനം അങ്ങനെ നിവൃത്തിയായി. യേശുവിൻ്റെ തലമേൽ വെച്ച മുൾക്കിരീടം മിസ്രയീം നാട്ടിലെ ഒരു പ്രത്യേക വനത്തിൽ മാത്രമുണ്ടാകുന്ന അങ്കൂറ എന്ന് പേരുള്ളതും എവിടെയെങ്കിലും തുളച്ചു കയറിയാൽ 24 മണിക്കൂർ നേരത്തേക്ക് അതിൻ്റെ പോയിസൺ നിലനിൽക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ചിന്യായപ്പോൾ എന്നൊക്കെ പറയുന്നു. അത് തൊട്ടാൽ ഉടനെ ഒരു പ്രയാസമുണ്ടാകും. ഇത് 24 മണിക്കൂർ നേരത്തേക്ക് ഇതിൻ്റെ പോയിസൺ തന്നെ ബോധം കിട്ടും. മുക്കാൽ ചാൻ ചെല്ലുന്നിടത്ത് 4 മഞ്ചും മുള്ളുകൾ ഇങ്ങനെ നിൽക്കും. അതാണ് മടഞ്ഞ് അവൻ്റെ തലമേൽ വെച്ച്. യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിച്ചിട്ടാണ് രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന ചുവപ്പ് കുപ്പായം ധരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ ലുദ്യ എന്ന പേരുള്ള ഒരു സ്ത്രീ ഈ വസ്ത്രം വിൽക്കുന്നവളാണ്. ഒരു കടലോരത്ത് പോയി അവളെ സന്ദർശിച്ചു പൗലോസ് അപ്പോസ്തലനും ശീലാസും കൂടെ. അവൾ ബിഥുന്യക്കാരിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വസ്ത്രം രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ മന്ത്രിമാരോ വലിയ പണക്കാർ മാത്രമേ ധരിക്കുകയുള്ളൂ. അത്ര വലിയ വില കൂടിയതാണ് ഈ ചുവപ്പ് വസ്ത്രം. അതാണ് യേശുവിനെ ധരിപ്പിച്ചത്. പക്ഷേ അവൻ്റെ വസ്ത്രം അവരിഞ്ഞു മാറ്റി. സൂര്യൻ അതുകൊണ്ട് ഇരുണ്ടുപോയി. അതിൻ്റെ പ്രതിഫലനം പിറ്റേ ദിവസം പാതാളത്തിൽ അറിയപ്പെട്ടു.